ഇരയായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിസ്സാരമായിട്ടുള്ള വേതനമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ പലരും ഒരുപക്ഷെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വലിയ വായ്പയെടുത്ത് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവരായിരുന്നു. ആ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത നടത്തുന്നുണ്ടാവും. വായ്പ തിരിച്ചടക്കുന്നത് പോയിട്ട് നിങ്ങളുടെ ജീവിത ചെലവുകൾ താങ്ങാൻ പോലും കഴിയാതെ അന്തസ്സായിട്ട് ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന നിലയിലേക്കാണ് തുച്ഛമായിട്ടുള്ള ശമ്പളം കൊണ്ട് നിങ്ങളെല്ലാവരും നിൽക്കുന്നത്. ഇത് എല്ലായിടത്തും ഞാൻ മനസ്സിലാക്കിയത് ഈ ഫോർട്ടീസ് ഹോസ്പിറ്റൽ അത് 10 കൊല്ലം മുമ്പ് 2 ആശുപത്രിയിൽ തുടങ്ങിയതാണ്. ഇന്ന് 72 ആശുപത്രികൾ ലോകത്തിന്റെ പല ഭാഗത്തായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ഗ്രൂപ്പായിരിക്കും ഇത് വളർന്നു കഴിഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടത് 2 ആശുപത്രികളിൽ നിന്ന് 10 കൊല്ലം കൊണ്ട് 72 ആശുപത്രികളുള്ള ഒരു വലിയ ഇന്റർനാഷണൽ ഗ്രൂപ്പായിട്ട് അവർ മാറിയെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവരുടെ ചോരയും നീരും ഊറ്റിയെടുത്ത് ലാഭം കൊയ്തുകൊണ്ടാണ് ഇവർ വളർന്നു വന്നിട്ടുള്ളത്. അതായത് ഈ വളർച്ച ഇവർ കെട്ടിയുയർത്തിയിട്ടുള്ള ഈ ഗോപുരങ്ങൾ ചൂഷണത്തിൻ്റെതാണ്. നിങ്ങളെ ചൂഷണം ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് പച്ചയായ ചൂഷണം എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ചൂഷണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവില്ല. ഇപ്പൊ നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുക എന്താണ് ഈ ചൂഷണം എന്നത് മനസ്സിലാവുക. നിങ്ങളെപ്പോലുള്ളവർ ജോലി ചെയ്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ ലോകപ്രസിദ്ധരാണ്. അവരുടെ സേവന തൽപരത, അവരുടെ മികവ്, കാര്യക്ഷമത, കഴിവ് എല്ലാം ലോകത്തെല്ലായിടത്തും അറിയപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതുമാണ്. ലോകത്തെവിടെ പോയാലും മലയാളി നഴ്സുമാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പരിഗണനയും ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ കഴിവും യോഗ്യതയും എല്ലാം ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവർ തടിച്ചു കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ ഇവരുടെ ലാഭം ഏതാണ്ട് 29 കോടിയാണ് എന്നും 3 മാസത്തെ ലാഭം 29 കോടി രൂപ അവരുടെ സർക്കാരിന് കൊടുത്ത കണക്കനുസരിച്ച്. പക്ഷേ യഥാർത്ഥത്തിലുള്ള അതിനും അപ്പുറമായി. അതിനർത്ഥം ഏതാണ്ട് 120 കോടിയോളം രൂപ പ്രതിവർഷം ലാഭമുണ്ടാക്കുന്നു എന്നാണ്. എന്നിട്ടും ന്യായമായ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം നൽകുന്നില്ല എന്നത് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ചൂഷണമാണ്. ഒരു തരത്തിലും അംഗീകരിക്കാവുന്ന ഒന്നല്ല. അതുകൊണ്ട് ഈ സമരത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഇതിനെല്ലാ പിന്തുണയും ജനപ്രതിനിധി എന്ന നിലയിലും ഒപ്പം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടന എന്ന നിലയിൽ ഡിവൈഎഫ്ഐയുടെ പിന്തുണയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലുടനീളം ഇത്തരം സമരങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ആ സമരത്തിന് പിന്തുണയുമായിട്ട് രംഗത്തുണ്ടായിരുന്നു. കേരളത്തിൽ വളരെ ക്രൂരമായിട്ടാണ് പല മാനേജ്മെന്റുകളും സമരത്തെ നേരിട്ടത്. എറണാകുളത്ത് സ്വന്തമായിട്ടുള്ള ആശുപത്രിയിൽ സമര നേതാക്കളെ ക്രൂരമായി അവരുടെ കയ്യും കാലും തട്ടിയൊടിച്ച് മുറിയിൽ കൂട്ടിയിടുന്ന നിലയിലാണ് സമരത്തെ നേരിട്ടത്. അവർക്ക് ആ ആക്രമണങ്ങളെയെല്ലാം നേരിടാൻ അതിജീവിക്കാൻ കരുത്ത് പകർന്നുകൊണ്ട് ഡിവൈഎഫ്ഐ പിന്തുണ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും ഉണ്ടാകും. ഒപ്പം ജനപ്രതിനിധി എന്ന നിലയിൽ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഞങ്ങളിത് പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ്. പാർലമെന്റിൽ കഴിഞ്ഞ തവണ ഡൽഹിയിലും മറ്റു സമരം നടന്നപ്പോൾ അക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ചതാണ്. ഞങ്ങൾ എല്ലാവരും കൂടി പോയി ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെ കണ്ടിരുന്നു. അത് ഡൽഹിയിലാവുമ്പോൾ അത്തരം ചില സൗകര്യങ്ങൾ കൂടി. ഇവിടെ തീർച്ചയായിട്ടും ഈ കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഉത്തർപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ഞങ്ങളോടൊപ്പം പാർലമെന്റിൽ ഉണ്ടായിരുന്നയാളാണ്. ഇപ്പോഴും അദ്ദേഹം സാങ്കേതികമായിട്ട് പാർലമെന്റിലുണ്ട്. പാർലമെന്റ് അംഗമാണ്. മുഖ്യമന്ത്രി ആയ ശേഷം അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾക്കൊപ്പം പാർലമെന്റിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ നാളെ തന്നെ ഈ ഫോർട്ടീസ് ആശുപത്രിയിൽ നഴ്സുമാരുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് അഖിലേഷ് യാദവിന് പുതിയ UP മുഖ്യമന്ത്രിക്ക് കത്തെഴുതും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. അദ്ദേഹത്തിന്റെ കാര്യം കഴിയുമെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സൗകര്യപ്പെടുമെങ്കിൽ നേരിട്ട് തന്നെ കാര്യം സംസാരിക്കുമെന്നും ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുക. എന്തായാലും നാളെ തന്നെ മുഖ്യമന്ത്രിക്ക് അഖിലേഷ് യാദവിന്റെ കത്തിക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തെഴുതുന്നു. UP ഗവൺമെന്റിന്റെ ഇടപെടൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാക്കാനുള്ള എല്ലാ പിന്തുണയും എന്നുള്ള ഭാഗത്തുണ്ടാവും. നിങ്ങൾ ഈ സമരരംഗത്ത് പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളുണ്ടാവും, പലതരത്തിലുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉണ്ടാവും. അതിനെല്ലാം നേരിട്ടുകൊണ്ട് സമരരംഗത്ത് ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇതുതന്നെ നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ സമരമായിട്ട് നിങ്ങൾ
രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കുക എന്നുള്ളത് തന്നെ